നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കയ്പമംഗലം പഞ്ചായത്തിലാണ്. നമുക്കറിയുന്നത് പോലെ ജില്ലയുടെ തീരദേശ പഞ്ചായത്തുകളിലൊന്നാണ് കയ്പമംഗലം. കൊടുങ്ങല്ലൂർ താലൂക്കിൽ മതിലകം ബ്ലോക്കിലാണ് കയ്പമംഗലം പഞ്ചായത്തുള്ളത്. 20 വാർഡുകളാണുള്ളത്. അതായത് പഞ്ഞമ്പള്ളി മുതൽ 18 മുറി വരെ നീണ്ടു കിടക്കുന്ന 18 വാർഡുകൾ. ഏകദേശം 14 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് പഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ LDF ഭരണസമിതിയെ തുടർന്ന് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഏകദേശം ബലാബലമെന്നൊക്കെ പറയാം. കാരണം ഒരു BJP അംഗവും പഞ്ചായത്തിലുണ്ട്. പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗവും ഒക്കെ നമ്മോടൊപ്പം ഇപ്പം ചേർന്നിട്ടുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് കടക്കാം. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് UDF പ്രതിനിധി കൂടിയായ ശോഭന രവി, ഒപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള CPMൻ്റെ പ്രതിനിധി കൂടിയായ പ്രജീന റഫീഖ് എന്നിവരാണ്. പഞ്ചായത്തിലെ ഏക BJP അംഗം സിബിൻ അമ്പാടി ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഏക പ്രതിനിധിയാണ്, അദ്ദേഹത്തെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ ഭരണ അവസ്ഥ, ഒപ്പം തന്നെ പദ്ധതികൾ എത്രത്തോളം, വികസന നേട്ടങ്ങൾ ഏതുവരെ ആയിട്ടുണ്ട്? കയ്പമംഗലം പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90%, 95% പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ 10 കോടി രൂപ വാട്ടർ അതോറിറ്റി തന്നിരുന്നു. അതിൽ 9 കോടി രൂപയോളം നമ്മൾ റോഡിനായിട്ട് വിനിയോഗിച്ചു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് 1 കോടി രൂപയാണ്. അത് നമ്മൾ മാർച്ച് അവസാനത്തോടു കൂടി അത് ചെലവഴിക്കുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു പദ്ധതിയായിട്ട് വിസ്മയതീരം പാർക്ക് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലം, ടർഫ് ഇൻഡോർ സ്റ്റേഡിയമാണ്. അത് നമുക്ക് 1.5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് വിലയിരുത്തിയിട്ടുള്ളത്. അതിൻ്റെ നടപടികളായിട്ട് പോയിട്ട് അതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള നീന്തൽക്കുളം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. 35 ലക്ഷം രൂപയാണ് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചത്. അത് ഈ പ്രാവശ്യം നമ്മൾ ഒന്നും കൂടി കൂട്ടി 35 ലക്ഷം രൂപ ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 65 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് അതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MCF, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള MCF, നമ്മുടെ ഭരണസമിതി കയറുന്ന സമയത്ത് 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു MCF ആയിരുന്നു. അത് നമുക്ക് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു MCF ആക്കാനും നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ 20 വാർഡുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനും ഉള്ള ഒരു വലിയ രീതിയിലുള്ള MCF ആക്കി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളെല്ലാം തന്നെ 100% ഹരിത സ്ഥാപനങ്ങളാക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഒരു 15 കൊല്ലത്തെങ്കിലും പഴക്കമുള്ള ഒരു ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ ബസ് കയറുന്നതിനുള്ള തീരുമാനങ്ങൾ നമുക്ക് 14-ാം തീയതി 15-ാം തീയതി ആയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അത് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പലവിധ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ട് പോരുന്നു. നമ്മുടെ വിസ്മയതീരം പാർക്ക്, അതുപോലെ തന്നെ കമ്പനിക്കടവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഹാർബർ പദ്ധതി നമുക്ക് പാസ്സായിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭരണസമിതി പോകുന്നതിന് മുന്നായിട്ട് നമുക്കത് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ 8-9 വാർഡുകളിൽ, കയ്പമംഗലത്തിൻ്റെ 8-9 വാർഡുകളിൽ കൂടെയാണ് കനോലി കനാൽ കടന്നു പോകുന്നത്. അതിൻ്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2.5 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു തീർക്കുന്നതിനും കനോലി കനാലിൽ നിന്നുള്ള മണ്ണ് എടുത്ത് അവിടെ SC കോളനികളാണ്, ഒരു 30ഓളം SC കോളനി എല്ലാ വീടുകളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിനും മണ്ണെടുത്ത് പൊക്കം കൂട്ടുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. 2.5 കോടി രൂപയാണ് നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിലയിരുത്തിയിട്ടുള്ളത്. അത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ LP സ്കൂളുകൾക്ക് പ്രഭാത ഭക്ഷണം
5 സ്കൂളാണ് LP സ്കൂളുകൾ നമുക്കുള്ളത്. ആ സ്കൂളുകളിലേക്കൊക്കെ തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണം വളരെ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് പോരുന്നുണ്ട്. പിന്നെ നമ്മുടെ വഞ്ചിപ്പര ബീച്ച് തീരപ്രദേശത്ത് നമ്മളൊരു വലിയ ടേക്ക് എ ബ്രേക്ക് 35 ലക്ഷം രൂപയുടെ ടേക്ക് എ ബ്രേക്ക് പണിതിട്ടുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയിട്ട് കടൽ കാണാൻ വരുന്ന ആളുകൾക്കും അവിടെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടോയ്ലറ്റോട് കൂടിയ ടേക്ക് എ ബ്രേക്കാണ്. അവിടെ തന്നെ നമ്മളൊരു വാട്ടർ പ്യൂരിഫൈ വെച്ചിട്ടുണ്ട് അവർക്ക് വന്ന് വെള്ളം കുടിക്കുന്നതിനും മറ്റുമായിട്ട്. അതുപോലെ നമ്മുടെ MCFിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും MCF നമ്മുടെ ടേക്ക് എ ബ്രേക്ക് അല്ല വാട്ടർ ATM പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ MCF ഇരിക്കുന്ന സ്ഥലം നമുക്ക് 55 സെൻറ്റ് സ്ഥലമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ക്രിമിറ്റോറിയം ചെയ്യുന്നതിനുള്ള നടപടികളായിട്ടൊക്കെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് അതിൻ്റെ കാര്യങ്ങൾ. ഒരുവിധം നമുക്ക് അടുത്ത മാസത്തിൽ അതിൻ്റെ തുടർ നടപടി ആകുമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ RTO മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വന്ന് നോക്കി സ്ഥലം സെറ്റ് ചെയ്ത് അതിൻ്റെ CRZ ആയിരുന്നു നഞ്ച് ഭൂമിയായിരുന്നു, നഞ്ച മാറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ LSTD വിഭാഗത്തു നിന്ന് നമുക്ക് 110 റോഡുകളാണ് ഈ പ്രാവശ്യം നമ്മൾ വെച്ചിരുന്നത്. ഈ 2024-25 അതിൻ്റെ 75ഓളം വർക്കുകൾ ടെൻഡറായി. അതിൽ 65 വർക്ക് ടെൻഡർ എടുത്തു. ഒരു 40ഓളം വർക്കുകൾ ഇപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധ റോഡുകളൊക്കെ ടാറിങ് കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ഉള്ള വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടു പോകുന്നുണ്ട്. പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വികസന നേട്ടങ്ങളും ചില പദ്ധതികളുടെ നടത്തിപ്പും പദ്ധതികൾ തുടങ്ങി വെച്ചതുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും CPMൻ്റെ പ്രതിനിധി കൂടിയായ പ്രജീന റഫീഖിന് ഇതുമായിട്ട് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നതാണോ, അതോ പഞ്ചായത്തിൻ്റെ ഒരു ഭരണം എത്രത്തോളം വിലയിരുത്തപ്പെടുന്നത് എത്രത്തോളമാണ്? ബഹുമാന്യരെ, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന കയ്പമംഗലത്തെ പ്രാദേശിക ഭരണ സംവിധാനത്തെക്കുറിച്ച് അതിൻ്റെ മികവുകളും കുറവുകളും വിലയിരുത്തുന്നതിനായി സംഘടിപ്പിച്ച ഈ സംവാദം എന്തായാലും നല്ല സംരംഭമാണ്. ഈ ആശയത്തിനും സംഘാടനത്തിനും LDFന് വേണ്ടി ഞാനും LDFും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ധാരാളം തിരക്കുകളും നിങ്ങളുടെ മുന്നിൽ സമയക്രമീകരണം ആവശ്യമാണെന്ന ബോധ്യത്തിൽ വളരെ ചുരുക്കി മാത്രം പറയാൻ ശ്രമിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളും വളരെ കുറിച്ചേ നടന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. കൂടുതൽ ചർച്ച ചെയ്യാനുള്ള പോരായ്മകളായതിനാൽ ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ വ്യത്യാസം തീരെ ഇല്ല എന്ന വസ്തുത തീർത്തും മറന്ന ഒരു ഭരണമാണ് ഇതുവരെ നടന്നത്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും 10 വീതം അംഗങ്ങളാണുള്ളത് എന്ന് ഇനിയെങ്കിലും ഉൾക്കൊള്ളാനാകണം. കൂടിയാലോചനകളിലും ഫണ്ട് വിതരണത്തിലും പദ്ധതികളുടെ തിരഞ്ഞെടുപ്പിലുമെല്ലാം അത് പരിഗണിച്ചിരുന്നെങ്കിൽ കൂട്ടായ ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി ഇത് മാറാനും നേട്ടങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനും കഴിയുമായിരുന്നു. നാടിൻ്റെ പ്രാദേശിക വികസനം എന്നാൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലാണ് എന്ന കാഴ്ചപ്പാട് രാജ്യത്തിനു തന്നെ മാതൃകയായി മുന്നോട്ട് വെച്ച ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. 44 വർഷം മുമ്പ് PT കൗമുദി അമ്മയുടെ നേതൃത്വത്തിലുള്ള കയ്പമംഗലം പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണസമിതി ESP കക്കൂസുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. രാജ്യത്തിനാകെ മാതൃകാപരമായ പദ്ധതിയായി അത് മാറുകയുണ്ടായി. ഇന്നു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശൗചാലയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും 35 വർഷം മുൻപ് അതേക്കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ദീർഘവീക്ഷണം ഇന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ? വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും കോവിഡും പ്രളയവും കടം വാങ്ങാൻ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമുള്ളപ്പോൾ കയ്പമംഗലത്തെ തകർന്ന റോഡുകൾ പണിയാൻ 10 കോടി രൂപ നേരിട്ട് അക്കൗണ്ടിൽ തരികയാണ് സർക്കാർ ചെയ്തത്. നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോ? വലിയ സമരങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമുക്കതിൻ്റെ 4/1 പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? ആ തുക പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നെങ്കിൽ തന്നെ നമുക്ക് കയ്പമംഗലത്തെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുഭാവപൂർണമായ സമീപനത്തോടൊപ്പം നമ്മുടെ
MLA വഹിച്ച പങ്കും നമുക്ക് പരിശോധിക്കാമല്ലോ. 67 ലക്ഷം രൂപ വരെയാണ് ഒറ്റ റോഡിന് നമുക്ക് MLA അനുവദിച്ചിട്ടുള്ളത്. ചിലതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വഴിയമ്പലം ചാപ്പക്കടവ് റോഡ് 2 കോടി രൂപ ചെലവഴിച്ച് സ്റ്റേറ്റ് PWD ആണ് പണി കഴിപ്പിച്ചത്. കൊപ്രക്കളം റോഡ് MLA ഫണ്ടിൽ നിന്നുമാണ്. കയ്പമംഗലത്ത് 1 കോടി രൂപ 3 പീടിക ബീച്ച് റോഡുകൾ പണിയാൻ MLA അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ LDF മെമ്പർമാർ 5 പേര് ഉൾപ്പെടുന്ന കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് അതിന് 62 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പോൾ 45 ലക്ഷം രൂപയും കൂടി 1 കോടിയിൽ പരം ഈ റോഡിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളായ വിളക്ക് പറമ്പ് റോഡ്, അതുമായി ബന്ധപ്പെട്ട മുന്നുപിടിയ ബീച്ച് റോഡ്, അങ്ങനെ റോഡുകൾക്കെല്ലാം ഇപ്പോൾ MLA ഫണ്ടിൽ നിന്നാണ് നമുക്ക് വികസനം സാധ്യമാക്കിയിട്ടുള്ളത്. കയ്പമംഗലത്തെ ഡ്രീം പ്രൊജക്ട് എന്ന് അവകാശപ്പെട്ട വിസ്മയ തീരത്തിന്റെ സ്ഥിതി എന്താണ്? യഥാർത്ഥത്തിൽ CRZ അനുവാദം പോലും ഇതുവരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഫെഡറൽ ബാങ്ക് സംഭാവനയായി നൽകിയ 10 ലക്ഷം രൂപയെ ഒഴിച്ച് ഈ 1 പൈസ അതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞു. എല്ലാവരും പ്രശംസിച്ച നമ്മളുടെ പകൽ വീടുകളുടെ സ്ഥിതി എന്താണ്? അടച്ചുപൂട്ടിയില്ലേ? കയ്പമംഗലത്തെ ബസ് സ്റ്റാൻഡ് മുൻ MLA VS സുനിൽകുമാറിന്റെ ഫണ്ടിൽ നിന്ന് ലഭിച്ചതാണ്. ഇനി ഏത് പദ്ധതിയാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ചത്? എവിടെയാണ്? കയ്പമംഗലത്ത് വിഭാവനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? പഞ്ചായത്ത് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി പുനർനിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞു. ജില്ലാ കലോത്സവത്തിൽ നമ്മളെ പഞ്ചായത്ത് മുന്നിട്ട് നിന്നു. ബ്ലോക്ക് കലോത്സവത്തിൽ നമുക്ക് ഓവറോൾ നേടി. അത് നമ്മളുടെ പഞ്ചായത്തിലെ മികച്ച കലാകാരന്മാരും കായിക പ്രതിഭകളും ഉണ്ട്. പക്ഷേ അവർ ഒന്നാമതെത്തിയിട്ടും അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇപ്പോൾ കയ്പമംഗലം കമ്പനിക്കടവിൽ 3.5 കോടി ഒരു ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ഒരു പ്രയാസവും കൂടാതെ അനുമതി നിഷേധിച്ചവർ വികസനത്തെക്കുറിച്ച് പറയുന്നത് വിരോധാഭാസമാണ്. ആ പദ്ധതിക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഞാനടക്കമുള്ള പ്രതിനിധികൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിഷേധം സമരം നടത്തിയതാണ്. 1.5 കോടി രൂപയാണ് MLA അനുവദിച്ചിട്ടും നമുക്ക് തുടങ്ങാനാവാത്തത്. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അതെല്ലാം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം കയ്പമംഗലത്തിന്റെ വികസനത്തിന് LDF പ്രതിജ്ഞാബദ്ധമാണ്. ആ നയം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. മെമ്പർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചർച്ചയിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ MLA ഫണ്ടിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം മെമ്പർ പറഞ്ഞു വരുന്നത്. അതായത് പല കാര്യങ്ങളും പഞ്ചായത്തിൻ്റെതായിട്ടുള്ള നടന്നിട്ടില്ല എന്നാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് 4 വർഷമായിട്ട് CPM മെമ്പർമാർക്ക് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പം മെമ്പർ പറഞ്ഞത്. കൂടിയാലോചനകൾ വേണ്ടത്ര ഇല്ലെന്നാണ് മെമ്പർ പറയുന്നത്. പല കാര്യങ്ങളിലും കൂടിയാലോചന. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു പഞ്ചായത്ത് വില ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒരേപോലെ ഫണ്ട് വീതിച്ച കയ്പമംഗലം പഞ്ചായത്ത് അല്ലാതെ ഒരു പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കാൻ പോലും ഉണ്ടാവില്ല. ഒരേപോലെ പദ്ധതി വിഹിതം ഒരേപോലെ തുല്യമായിട്ട് വീതിച്ച ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല. ഈ സ്വപ്ന പദ്ധതിയായ വിസ്മയ തീരം പദ്ധതി നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ പൈസ കൊണ്ടാണ് നമ്മ തുടക്കം കുറിച്ചത്. 10 ലക്ഷം രൂപ കൊണ്ട്. അതിൻ്റെ തുടർ നടപടിയായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഗ്രാമീണ ബാങ്ക് 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SBI ബാങ്ക് 25 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ടായത് നമ്മളത് എടുത്ത് മാറ്റിയിട്ട് അത് പുനർനിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവിടെ കുട്ടികളും മറ്റുള്ള രീതിയിലുള്ള പാർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നല്ലൊരു എന്താ പറയുക അഭിമാന കാര്യമാണ് വിസ്മയ തീരം പദ്ധതി. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അതുപോലെ റോഡ് നിർമ്മാണങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 35ഓളം റോഡുകൾ നമ്മൾ ഈ 5 വർഷത്തെ ഭരണസമിതി കയറിയതിനു ശേഷം വാട്ടതോട്ടി കുഴിച്ച റോഡുകളാണ് നമ്മൾക്ക് ഏറ്റവും വിഷയമായത്. നമ്മൾ കയറിയ അവസരത്തിൽ ചെയ്ത റോഡുകളൊക്കെ തന്നെ വാട്ടതോട്ടി കുഴിച്ചത് കൊണ്ടാണ് നമുക്ക് അത്രയും മോശമായ റോഡുകളായത്. പക്ഷേ നമ്മൾ ഈ 10 കോടി രൂപയുടെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വാട്ടതോട്ടി കുഴിച്ച റോഡുകൾക്ക് ഈ ഫണ്ട് എടുത്ത് മൊത്തം വെക്കാൻ പറ്റുമെന്നായിരുന്നു നമ്മൾ അവിടെ ആദ്യ സർക്കാർ പറഞ്ഞിരുന്നത്. നമ്മൾ ഈ മൊത്തം ഫണ്ട് ഓരോ റോഡിന് വാട്ടതോട്ടി കുഴിച്ചത് ഒരു മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ റോഡിന് നടുവിൽ കൂടെ കുഴിക്കുന്നത് കൊണ്ട് അത് മൊത്തം റോഡുകൾ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് വിലയിരുത്തി. അത് പക്ഷേ DPC അംഗീകാരം കിട്ടാതെ തിരിച്ചു വന്നുകൊണ്ട് നമുക്കത് രണ്ടാമത് മാറ്റി ചെയ്യാൻ 1 വർഷത്തെ ഗ്യാപ്പ് നമുക്ക് വേണ്ടി വന്നു. അതിൻ്റെ ഒരു ഡിലേ ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. 9 കോടി 85 ലക്ഷത്തിൽ പരം രൂപ നമ്മൾ റോഡിനായിട്ട് വിനിയോഗിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് LSTDA ആയിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. പല സ്റ്റേഡിയത്തിന്റെ വിഷയത്തിലടക്കം പറയുന്നുണ്ട്. അതായത് കളിസ്ഥലത്തിന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് അതൊരു ശ്മശാനമായിരുന്നു.
കാലങ്ങളായിട്ട് സർക്കാർ തന്നൊരു ശ്മശാനമായിരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ തിങ്ങി പാർക്കുന്നത് കൊണ്ട് ആ ശ്മശാനം അവിടെ ഒരു ബോഡി കൊണ്ട് വച്ചിട്ട് ദിവസങ്ങളോളം ആ ബോഡി അവിടെ ഇരുന്നു, വെക്കാൻ സമ്മതിച്ചില്ല ജനങ്ങൾ. അപ്പോൾ നമ്മൾ ഭരണസമിതി കയറിയതിന് ശേഷം എൻ്റെ വാർഡും കൂടി ആയതുകൊണ്ട് അത് എന്തായാലും ഇനി ഒരു ശ്മശാനമായിട്ട് നമുക്കത് കിട്ടില്ല, ഒരു ബോഡി വെക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ നമുക്കത് കളിസ്ഥലമായോ എന്ന് ആലോചിക്കാൻ വേണ്ടി വന്നു നമുക്കൊരു വർഷം. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ സർക്കാർ രീതി വേണ്ടിയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അതിൻ്റെ ശ്മശാനം എന്നുള്ള പേര് മാറിക്കിട്ടാൻ കുറച്ച് ഇഷ്യൂസ് വന്നു. കാരണം ഇന്ന് ചില പാവപ്പെട്ട ജനങ്ങൾ അതുപോലെ EAC കോളനി വിഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ശ്മശാനം വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശ്മശാനം കളയാന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കണ ആ പേര് കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇത്രയും നാളും ഒരു ഡിലേ വന്നത്. നമ്മൾ കയറിയ ഒരു വർഷം കഴിയുമ്പോൾ തുടങ്ങി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ശ്മശാനം എന്നുള്ള പേര് മാറി നമുക്ക് ശരിക്കും കളിസ്ഥലം ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ 2 കോടി രൂപ വിലയിരുത്തി MLA ഫണ്ടാണ്, MLA ആണ് അതിൻ്റെ ഏറ്റവും വലിയ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അതൊരു വർഷം നമുക്ക് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ ബൗണ്ടറി കെട്ടി തിരിച്ച് ഇലക്ട്രിക് പോസ്റ്ററൊക്കെ മാറ്റി മരമൊക്കെ മുറിച്ച് സെറ്റ് ചെയ്ത് കളി സ്ഥലമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. തുടക്കം കുറിക്കാൻ MLA പറഞ്ഞ അടുത്ത മാസം നമുക്ക് അതിൻ്റെ കല്ലിട് കർമ്മം നിർവഹിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ടൈസൺ മാസ്റ്റർ, നമ്മുടെ കയ്പമംഗലത്തിൻ്റെ ഏറ്റവും മികച്ച ആരാധ്യനായ MLA ആണ് കയ്പമംഗലത്തിൻ്റെ ഈ MLA ടൈസൺ മാസ്റ്റർ അവറുകൾ. അദ്ദേഹമാണ് നമ്മുടെ കയ്പമംഗലത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഫണ്ട് വിലയിരുത്തി തന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ്. ഈ നമുക്കറിയാം തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി നേരിടുന്നൊരു പഞ്ചായത്ത് കൂടിയാണ് കയ്പമംഗലം. അതിന് ഇപ്പം അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് കുറേ പഞ്ചായത്തുകൾ 10ഓളം പഞ്ചായത്തുകൾ ഒരുമിച്ചുള്ളൊരു കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പഞ്ചായത്തിൻ്റെ തദ്ദേശീയമായിട്ട് മാത്രം പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇതുവരെ പഞ്ചായത്തിന് കഴിയാത്തത് പോരായ്മയാണോ? കാരണം അത്തരമൊരു പദ്ധതികൾ വന്നാൽ മാത്രമല്ല ഈ ജനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ. കയ്പമംഗലത്ത് നമുക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല. കുറച്ച് നാളെ ആയിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വന്ന് അത് നമുക്ക് ഉണ്ടായത് NHന്റെ വികസന പ്രവർത്തനങ്ങൾ കാരണം കൊണ്ടാണ്. നമ്മൾ ഇടത്തിരുത്തിന്ന് വലിയ പൈപ്പ് ഇട്ടുകൊണ്ടാണ് നമുക്ക് നേരിട്ട് വെള്ളം. നമ്മളൊരു വാട്ടർ ടാങ്ക് ഇവിടെ 3-ാം വാർഡിൽ പണിതിട്ടിട്ട് കാലങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ പോലും നമുക്ക് വെള്ളം സ്വരൂപിക്കാൻ നമുക്ക് സാധിക്കേണ്ട ആവശ്യം അതില്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് പോലും കുടിവെള്ളം ഒരു ദിവസം പോലും ഡിലേ വന്നിട്ടില്ല. നമ്മൾ NHന്റെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ പൈപ്പ് പൊട്ടുന്ന വിഷയം കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും കുടിവെള്ളം കിട്ടേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാൻ പറ്റും, വല്ല പുഴയിൽ നിന്നോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ പുഴയാണെങ്കിൽ ഉപ്പ് വെള്ളമാണ്, പിന്നെ കടലിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വലിയ കിണർ കുത്തി നമുക്ക് ഈ 20 വാർഡിലും 50,000-ഓളം കണക്ഷൻ കൊടുത്തിട്ടിരിക്കുന്നോടത്ത് നമുക്ക് വെള്ളം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. എവിടെയെങ്കിലും അത് സെറ്റ് ചെയ്തിട്ട് 4 പഞ്ചായത്തിലേക്ക് 5 പഞ്ചായത്തിലേക്ക് ആയിട്ടാണ് ഇടത്തിരുത്തിന്ന് വലപ്പാടുന്ന ഈ വെള്ളം നമ്മൾ പോയി തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അതിന് യാതൊരു വിഷയം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ കുറച്ച് നാളായിട്ടുണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. പിന്നെ ഇപ്പം ഇത് വാട്ടർ അതോറിറ്റി കുഴിച്ച റോഡുകളൊക്കെ സെറ്റ് ചെയ്ത് അതാത് വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ട ഒരു വിഷയം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 100 കണക്ഷൻ കണ്ടാണ് ആകെ നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിൽ കൊടുക്കാനുള്ളത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്പൂർണ്ണ കണക്ഷനായി കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോഴും നമുക്കറിയാം ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രൂക്ഷമായ ഒരു വേനൽക്കാലം കൂടി നമ്മൾ മുന്നിൽ കാണുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കുടിവെള്ളം ഇനിയും ഒരുപക്ഷെ കൂടുതൽ രൂക്ഷമായേക്കാം പ്രതിസന്ധി. കാരണം നമുക്ക് ഈ അടുത്തറിയാൻ കഴിഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ വേദിയായൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വെള്ളം നമുക്ക് സുലഭമായി കിട്ടുന്നത് വരെ നമുക്ക് എന്തായാലും ടാങ്കർ വഴിക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വലപ്പാട്ടിലെ സാലിക്ക, അതുപോലെ തന്നെ ഇപ്പോൾ ചളിങ്ങാടുള്ള ഒരു അതുപോലെ അവർ ഇപ്പോൾ നമ്മുടെ എല്ലാ വാർഡിലേക്കും കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 ദിവസമായിട്ട് എല്ലാ വാർഡിലേക്കും കുടിവെള്ളം എത്തിച്ചിരുന്നു. അതുപോലെ അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളം എത്തിച്ചിരിക്കും. അത് ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. മറ്റ് ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ജനകീയമായ മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ? കുടിവെള്ളത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും? ഇപ്പോൾ ഈ ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർത്തും അത് പ്രസിഡന്റ് പറഞ്ഞ് നിഷേധിക്കുകയാണ്. നമുക്ക് തുല്യമായി നമ്മളെ വാർഡുകളെ പരിഗണിച്ചിട്ടില്ല. പറഞ്ഞല്ലോ 10-10 ആണ് നമ്മൾ ഭരണപക്ഷവും പ്രതിപക്ഷവും. അപ്പോൾ ഞങ്ങൾക്ക് പ്രസിഡന്റിനോട് തീർത്തും ബഹുമാനമുണ്ട്. പക്ഷേ ഭരണകക്ഷി എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ വാർഡുകളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നയമല്ല മുന്നോട്ട് പോയേക്കുന്നത്. അത് ഫണ്ട് വിഹിതത്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് അടിവരായിട്ട് പറയാനായിട്ട് സാധിക്കും.
അപ്പോൾ എന്താ വെച്ചാൽ ഓരോ വാർഡുകളിലും അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഉണ്ട്. അവരെല്ലാവരും നമ്മളൊരു വികസനം സാധ്യമാക്കുമ്പോൾ എല്ലാ വാർഡുകളിലും വികസനം ആവശ്യമാണ്. അതിൽ നമുക്ക് തുല്യമായി നമ്മളെ പരിഗണിക്കണം എന്ന് പറയില്ല, പക്ഷേ എങ്കിലും മാന്യമായ ഒരു പരിഗണന നൽകാമായിരുന്നു. ഇപ്പോഴും വികസനം എത്താത്ത വാർഡുകളോ അത്തരത്തിലുള്ള നമ്മളുടെ സ്മാർട്ട് കാലമാണ് ഇപ്പോൾ. എല്ലാം ആധുനികവൽക്കരിക്കുന്ന സംസ്ഥാന സർക്കാർ അടക്കം പറയുന്നത് സ്മാർട്ടാണ്. എല്ലാം വില്ലേജുകൾ സ്മാർട്ടാകുന്നു, പഞ്ചായത്തുകൾ സ്മാർട്ടാകുന്നു. അത്തരത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ആധുനിക സേവന രംഗത്ത് അതിലൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്ത് എത്തി നിൽക്കുന്നത്? അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിലിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഭരണസമിതി കയറി 4 വർഷം പിന്നിടുമ്പോൾ വിസ്മയതീരാണ് ഉയർത്തിക്കാട്ടുന്നത്. അത് എങ്ങും ആവാത്തൊരവസ്ഥയിൽ CRZ അനുമതി പോലും ലഭിക്കാതെ കിടക്കുകയാണ്. പല പഞ്ചായത്തുകളും അങ്ങനെ എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ആതുരാലയങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം നമ്മളെ വിസ്മയതീരം പദ്ധതിക്ക് നമുക്ക് CRZ അനുവാദം സത്യം പറഞ്ഞാൽ വേണ്ട. മറ്റുള്ള പഞ്ചായത്തുകൾ വലപ്പാട് പഞ്ചായത്ത്, തലക്കുളം പഞ്ചായത്തും CRZ അനുവാദത്തോടു കൂടിയല്ല അതിൻ്റെ കൺസ്ട്രക്ഷൻ പറ്റുള്ള ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിന് വേണ്ടി നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടംപോലെ വികസന പ്രവർത്തനം അവിടെ നടത്താം. ടൂറിസത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഭരണസമിതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ ടൂറിസം ഇതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ടൂറിസം ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തോളും. അതിന് വേണ്ടി ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ CRZ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രവർത്തനം അവിടെ ചെയ്യായിരുന്നു. നമുക്ക് വലപ്പാട് ഒന്ന് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണപ്പുറം ഫൗണ്ടേഷൻ ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ SBI ബാങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രാമീണ ബാങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത് പെൻഡിങ് വെക്കണതിൻ്റെ കാരണം വെച്ചാൽ CRZ അനുവാദം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൂറിസത്തിന് വിട്ടുകൊടുക്കാം. നമ്മൾ ഈ തുടക്കം കുറിച്ച് നമ്മൾ ഇറങ്ങിപ്പോവും, പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷയം. ഇപ്പോൾ ഈ CRZ നമ്മൾ നോക്കി നിൽക്കണതിൻ്റെ വിഷയം അതാണ്. പക്ഷേ എങ്കിലും തന്നെ നമ്മളടുത്ത 2ാം ഘട്ടം, ഫസ്റ്റ് ഘട്ടം 100% വിജയിച്ച കാര്യമാണ്. 2ാം ഘട്ടം പ്രവർത്തനങ്ങളായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2ാം ഘട്ടം പരിപാടികൾ നമുക്ക് ഈ മാസത്തിൽ തന്നെ നമുക്ക് നടത്താൻ സാധിക്കും. ഈ തദ്ദേശീയമായിട്ട് അതായത് തനത് ഫണ്ട് ശേഖരണത്തിൽ ഇപ്പം നികുതിക്ക് പിരിവിനപ്പുറത്തേക്ക് പഞ്ചായത്തിന് തനത് ഫണ്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അതോ അത്തരം സ്ഥാപനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഇപ്പോൾ ശേഖരണത്തിലേക്ക് ഞാൻ ടാക്സ് പിരിവ് നമുക്ക് 100% എല്ലാ വർഷവും 100% തന്നെയാണ്. നല്ലോണം ടാക്സ് ഉണ്ടാവാറുണ്ട്, നല്ലോണം ഫണ്ടും ഉണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ വലിയ പോപ്പുലേഷൻ കൂടിയ പഞ്ചായത്ത് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഫണ്ട് നമുക്ക് ഓൺ ഫണ്ട് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ വർക്കായാലും മെറ്റീരിയൽ മറ്റുള്ള റീടാറിങ് ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരേപോലെ എല്ലാ മെമ്പർമാർക്കും 20 പേർക്ക് ഒരേപോലെ തുല്യമായിട്ടാണ് വീതിച്ചത്. ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ നമ്മൾ 1 ലക്ഷം രൂപയാണ് അവർക്ക് കുറച്ചിട്ടുള്ളത്. ഒരാൾക്ക് 5 ലക്ഷമാണെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ കുറച്ച് അങ്ങനെ 4 ലക്ഷം രൂപയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തുല്യമായിട്ടാണ് വീതിച്ചത്. ആ മെമ്പർമാർ തന്നെ പറഞ്ഞു ഇങ്ങനെ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലും MLAക്കും MPക്കും ഒക്കെ അതിൻ്റെ വോയിസ് പോലും പോയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പഞ്ചായത്ത് CPMൻ്റെ ഒരു മെമ്പർ ഇവിടെ വോയിസാണ് പല രീതിയിലും പോയിട്ടുള്ളത്. ഇത്ര നല്ലൊരു പഞ്ചായത്ത് ഉണ്ടാവില്ല തുല്യമായിട്ട് ഫണ്ട് വീഴ്ച പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷ അംഗം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷേ തുല്യമായി വീതിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ റിസർവേഷൻ്റെ ഫണ്ടും കൂടെ വെച്ചുകൊണ്ട് അത് ആ നിലയ്ക്കാണ്. ഇപ്പോൾ തനത് ഫണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ലക്ഷം കൂടെ കൂട്ടിയിട്ടായിരിക്കാം ഇപ്പോൾ തുല്യമായി വീതിച്ചു. അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഒരു തർക്കത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ 4 വർഷമായി നമ്മൾ ഇവിടെ ഉള്ളവരാണ്, നമ്മൾ ഭരണപക്ഷത്തിരിക്കുന്നവരാണ്. നമുക്കറിയാം നമ്മളെ വാർഡുകളെ എത്ര നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്ന 13ാം വാർഡിലാണ്. ജയന്തി ടീച്ചറുടെ വാർഡിലാണ്. ജയന്തി ടീച്ചറുടെ വാർഡിൽ നമ്മൾ കാലെടുത്ത് വെച്ചാൽ നമുക്കറിയാൻ പറ്റും എല്ലാ റോഡുകളും വർക്ക് കഴിഞ്ഞ റോഡുകളാണ്. ഫണ്ട് കൊടുക്കാതെ എന്തെങ്കിലും വർക്ക് കിടക്കില്ലല്ലോ. ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും MLA ഫണ്ടായാലും പഞ്ചായത്തിൻ്റെ ഫണ്ടായാലും ഒരു റോഡ് പോലും അവിടെ പെൻഡിങ്ങില്ല. എന്താ പറയുക, ഏറ്റവും കൂടുതൽ റോഡുള്ള ടീച്ചർ വാർഡാണ്. പക്ഷേ എല്ലാ റോഡും സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാണെന്ന് പറയുന്നുണ്ട്. അത്തരം ഫണ്ട് ലഭ്യമാകാത്ത പ്രശ്നങ്ങൾ വികസന പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? അത് നമുക്ക് ലൈഫിൻ്റെ വീടുകളിലെ മാത്രമേ വിഷയങ്ങൾ വരുന്നുള്ളൂ. മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിൽ ഫണ്ടുള്ളത് കൊണ്ട് നമ്മൾ ഓൺ ഫണ്ട് പ്ലാൻ ഫണ്ട് നോക്കിയിരിക്കണില്ല. പ്ലാൻ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ഫണ്ട് എടുത്ത് കൈകാര്യം ചെയ്തിട്ടാണ് പോണത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ PHSൽ ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ തന്നെ ശമ്പളം കിട്ടാനായിട്ട് പ്ലാൻ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട്, സർക്കാരിൻ്റെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് അവരവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത്. 3 മാസം കഴിയുമ്പോൾ നമുക്ക് കിട്ടിയെങ്കിൽ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ.
പ്ലാൻ ഫണ്ട് ഇതുവരെയ്ക്കും വന്നിട്ട് പ്ലാൻ ഫണ്ടിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതിയുടെ കുറച്ചെങ്കിലും ഒരു പെൻഡിങ് വരേണ്ട വിഷയം. പക്ഷെ നമുക്ക് ഈ ഓൺ ഫണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ ലൈഫ് പദ്ധതി എവിടെ വരെ എത്തി നിൽക്കുന്നത്? ലൈഫ് പദ്ധതിയിലാണ് നമുക്ക് ഒട്ടും ഫണ്ട് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നത്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൈപ്പമംഗലം പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് നടത്തുന്നതുകൊണ്ട് ഏകദേശം ഒരു 95% നമുക്ക് ലൈഫിൻ്റെ 1ാം ഘട്ടം 2ാം ഘട്ടം ചിലർക്ക് 3ാം ഘട്ടം കൊടുത്ത് 100-101 വീടുകൾ നമുക്ക് പണി കഴിച്ചിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ജനകീയ വിഷയങ്ങൾ? പഞ്ചായത്ത് ഭരണസമിതി ഭരണകക്ഷി നമുക്ക് കുറ്റപ്പെടുത്തി പോകൊണ്ട് മുന്നോട്ട് പോകാതെ നമ്മളുടെ വഴിക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധ്യമാകാൻ കഴിയും. ഇപ്പോൾ MLA ഫണ്ട് നമ്മൾ ഇപ്പോൾ യാതൊരുവിധ വേർതിരിവും കാണിക്കാതെയാണ് എല്ലാ വാർഡുകളെയും MLA പരിഗണിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ബ്ലോക്ക്, ജില്ല എല്ലാ ഫണ്ടുകളും മാക്സിമം ഇപ്പോൾ നമ്മളൊക്കെ വാർഡുകളിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് സമയബന്ധിതമായി തീർക്കാൻ നമുക്ക് കഴിയണം. ആ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. അതായത് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ ഇവിടെ എത്തിച്ചേരുന്നതിൽ കുഴപ്പമില്ല, എന്നാൽ അത് സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കുറവ് തന്നെയാണ് ജനങ്ങളെ ഇത്രയും ദുരിതത്തിലേക്ക് തള്ളിയിട്ടേക്കുന്നത്. അതിലുള്ളൊരു പോരായ്മയായിട്ട് എന്താണ്? ഇപ്പൊ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ഫണ്ട് കിട്ടി, അത് നമ്മൾ ചെയ്യുന്ന ഭരണ കക്ഷികളാണ്, അതിന് തലപ്പത്തിരിക്കുന്നവരാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫണ്ട് കിട്ടിയാലും അത് സമയബന്ധിതമായി ഡയറക്ഷൻ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോവുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാം റിസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലായി എന്നുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അത് സമയബന്ധിതമായി നമ്മൾ ചെയ്യാനോ അതിന് നിർദ്ദേശം കൊടുക്കാനോ നേതൃത്വപരമായ പങ്കുവയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അതിൽ വന്ന പ്രധാന വീഴ്ചയായിട്ട് നമുക്ക് കണ്ടത്. ആ ഒരു വർഷത്തിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോവുമായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു ദുരിതത്തിലേക്ക് ജനങ്ങൾ പോകില്ലായിരുന്നു. അത് തന്നെയാണ് നമുക്ക് അടിവരായിട്ട് പറയാം. അവസാന കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ബജറ്റിൻ്റെ സമയം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റുകളിലെ വിഹിതങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാത്ത ഒരു വീഴ്ച തന്നെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ബജറ്റ് നമ്മൾ പൂർണ്ണമായി കുറ്റപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും നമ്മൾ വ്യത്യസ്തമായ കൗമുദി അമ്മയോട് സൂചിപ്പിച്ചല്ലോ, അതുപോലെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ബജറ്റിനെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു ഭരണസമിതിയായി നമുക്കിതിനെ മാറ്റാമായിരുന്നു. എന്താ പ്രസിഡന്റ്, അതായത് അത്തരം സാങ്കേതിക പ്രശ്നം, അതായത് പദ്ധതികൾ എത്തുമ്പോൾ പോലും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിൻ്റെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണ്? സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിൻ്റെ വിഷയം നമ്മുടെ LSTD ഇല്ലാത്ത വിഷയം ഉണ്ടായിരുന്നു. നമ്മളെ ഭരണസമിതി കയറിയതിന് ശേഷം ഇപ്പോൾ 4ാമത്തെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 110 വർക്കാണ് നമ്മുടെ വർക്ക് ഉണ്ടായിരുന്നത്, നമ്മുടെ LSTD വർക്ക് ഉണ്ടായിരുന്നത്. അത് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെൻഡറിന് അതിൻ്റെ മറ്റുള്ള TSAS മറ്റുള്ള നടപടികളെല്ലാതും പൂർത്തീകരിക്കണം. അതിന് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഓഫീസറൊക്കെ ഇല്ലാതായാലും ഇത്ര അവസ്ഥ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്നതാണ്. നമുക്ക് 4ാമത്തെ ആണ് ഇപ്പോൾ വന്നിട്ട്. 4ാമത്തെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആണ്. ഒരു പുതിയതായിട്ട് ചാർജ് എടുത്ത് അല്ലെങ്കിൽ പുതിയതായിട്ട് ആ ജോലിക്ക് കയറിയ ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എന്താ പറയുക സർക്കാർ രീതികൾ അതിൻ്റെ മാനദണ്ഡം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അവരത് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 പേരെ ഇവിടുന്ന് ഓടിച്ച് പറഞ്ഞയച്ച പോലെയാണ് പോയിട്ടുള്ളത്. പക്ഷേ എങ്കിലും തന്നെ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് നമ്മുടെ ഇപ്പോൾ വന്നേക്കണ LSTD എഞ്ചിനീയർ വളരെ പെർഫെക്റ്റാണ്, വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, കൈപ്പമംഗലം പഞ്ചായത്തിൽ 8ാമത്തെ സെക്രട്ടറിയാണ് പോന്നിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സെക്രട്ടറിയാണ് ഇവിടെ വേണ്ടത്, ഉദ്യോഗസ്ഥൻ. ആ സെക്രട്ടറി നമുക്ക് 8ാമത്തെ സെക്രട്ടറി 5 വർഷത്തിനുള്ളിൽ ഈ 4 വർഷത്തിനുള്ളിൽ 8ാമത്തെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും ഇവിടെ എത്രത്തോളം മറ്റുള്ള പഞ്ചായത്ത് മെമ്പർമാരായാലും പ്രസിഡന്റ് ആയാലും എന്തോരം വിഷമം സഹിച്ചിട്ടുണ്ടെന്നുള്ളത്. നിരന്തരം തിരുവനന്തപുരത്തും മറ്റുള്ള രീതിയിലും പോയിട്ടാണ് നമുക്കിപ്പോൾ ഒരു സെക്രട്ടറിനെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. വരുന്ന സെക്രട്ടറിമാർ നല്ല പെർഫെക്റ്റാണ്, പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇതിങ്ങനെയൊക്കെ നിന്നുകൊണ്ട് 8ാമത്തെ സെക്രട്ടറി നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സെക്രട്ടറി ഇപ്പോൾ ഈ 6 മാസം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കണം. എങ്കിലും തന്നെ ഒരുവിധം 90% നല്ല രീതിയിൽ കൈപ്പമംഗലം പഞ്ചായത്ത് പോകുന്നുണ്ട്. മറ്റുള്ള മധുരകം ബ്ലോക്കിൽ 7 പഞ്ചായത്തുകളിൽ ഞാൻ നോക്കിയിട്ട് നല്ല രീതി അതെൻ്റെ നോട്ടത്തിൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പ്രത്യേകിച്ചുമായിട്ട് എടുത്ത് പറയേണ്ട ഉണ്ട്? ഓക്കെ, അപ്പം ഇത്തരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അത് ഔദ്യോഗികമായിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പഞ്ചായത്തിനെ പിന്നോട്ടടിച്ചേക്കാം. ഇപ്പം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ എഞ്ചിനീയർ കേസ് പറഞ്ഞല്ലോ, ഇപ്പോൾ വന്നിരിക്കുന്ന നല്ലതാണ്, നല്ല പ്രവർത്തനമാണ്. പക്ഷെ അതിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണകക്ഷി നികത്തണമായിരുന്നു, അല്ലെങ്കിൽ നമ്മളോട് കൂടിയാലോചന വേണമായിരുന്നു. നമ്മളോട് ആലോചന ഇല്ലാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ വഷളാവുന്ന രീതിയിലേക്ക് പോയേക്കുന്നത്.
ഉദ്യോഗതലത്തിൽ നിന്ന് തീർച്ചയായും സെക്രട്ടറിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ്. വികസന പ്രവർത്തനങ്ങളിലായാലും ഓരോ ഫയലുകളും മുന്നോട്ട് പോകണമെങ്കിൽ അത് സെക്രട്ടറി തന്നെ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്തായാലും അത്തരം ചില പോരായ്മകളും പ്രസിഡന്റ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും വികസന പ്രവർത്തനങ്ങൾ കയ്പമംഗല പഞ്ചായത്തെ സംബന്ധിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ പ്രസിഡന്റ് ശോഭന രവി, ഒപ്പം തന്നെ CPM-ൻ്റെ പഞ്ചായത്ത് അംഗം കൂടിയായ പ്രജീന റഫീഖ് എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും മറ്റൊരു പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയായി വീണ്ടും കാണാം. നന്ദി.